അപ്പോൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? ആദ്യം തന്നെ നമുക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1 കപ്പ് ബദാം ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്കൊരു 5 ഈന്തപ്പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ബദാമിൻ്റെ തൊലി ഈസി ആയിട്ട് ഇളകി വരുന്നൊരു പരുവം കിട്ടണം. അപ്പോൾ അതേ കണ്ടോ, നന്നായിട്ട് തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ബദാമിൻ്റെ തൊലിയില്ല ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി വീണ്ടും നമ്മുടെ സോസ് പാൻ വെച്ച് അതിലേക്കൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോഴത്തേ കണ്ടോ, നമ്മുടെ ഈ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വളരെ ലോയിലിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് സാഫ്രോണാണ്, അതായത് കേസർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നോക്കി, നമ്മുടെ പാലിവിടെ റെഡി ആയിരിക്കുകയാണ്. പാലൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലൊരു ഹെൽത്തി കേസർ ബദാം മിൽക്ക് ഇപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ആൽമണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡയറ്റ് നോക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടിയാലും മതി. അപ്പോൾ ഇതുപോലെ കൂടുതൽ വെറൈറ്റി റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.